ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞു മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ഓറഞ്ച് കേക്കാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇത് ഓവനോ മെഷർമെൻറ്റ് കപ്പോ ഒന്നും ഇതിനാവശ്യമായിട്ടില്ല. ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്താണ് ഞാൻ ഇത് റെഡിയാക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ കുറച്ച് കപ്പ് കേക്ക് കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്കത് റെഡിയാക്കാം. ആദ്യം നമുക്ക് മുട്ടയും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇവിടെ ഞാൻ കേക്കിനായിട്ട് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വേറെ ഇലക്ട്രിക് ബീറ്ററോ ഹാൻഡ് ബീറ്ററോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മിക്സിയാണ് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലിട്ട് നമുക്ക് 2 മിനിറ്റ്, ആദ്യത്തെ സ്റ്റെപ്പ് 2 മിനിറ്റ് പഞ്ചസാരയും മുട്ടയും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു കപ്പിനാണോ നമ്മൾ എടുക്കുന്നത് ആ കപ്പിൻ്റെ അളവിലാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എടുക്കുന്നത്. വേറെ മെഷർമെൻറ്റ് കപ്പുകളൊന്നുമില്ല. ഈ കപ്പ് ഏകദേശം 230 ഗ്രാം ഉണ്ട്. ഇത് 2 മിനിറ്റ് അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് കേക്കിനായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 1/2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ചിൻ്റെ തൊലിയാണ് നമുക്ക് നല്ല ഫ്ലേവർ തരുന്നത്, ഓറഞ്ച് കേക്കിൻ്റെ ഫ്ലേവർ തരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ബേക്കിംഗ് പൗഡർ 10 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വീണ്ടും 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഈ കേക്കിൻ്റെ, സാധാരണ കേക്ക് ഉണ്ടാക്കുന്നവർക്കറിയാം, നമ്മൾ മൈദയൊക്കെ 2-3 തവണ അരിച്ചിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അരിക്കേണ്ട ആവശ്യമില്ല. ഇനി ചേർക്കാൻ പോകുന്നത് മൈദയാണ്. മൈദ 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കണം. സ്പൂൺ ഇട്ട് തന്നെയാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ ഇട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കൂട്ടത്തിൽ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ഓറഞ്ചും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് ഓറഞ്ച് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ചേർക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, അധികം പുളിയുള്ള ഓറഞ്ച് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് മധുരമുള്ള ഓറഞ്ചാണ് നല്ലത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റിബൺ പരുവാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. അതാണ് നമ്മുടെ പെർഫെക്റ്റ് കേക്ക് ബാറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഇത് ഗ്രീസ് ചെയ്തെടുത്തേക്കുന്നതാണ്. ബട്ടർ പേപ്പർ ഒന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് ബട്ടറും കുറച്ച് മൈദയും കൂടെ ചേർത്ത് അതൊന്ന് ഗ്രീസ് ചെയ്തെടുത്താണ്. അതിലോട്ട് നമുക്ക് ഇത് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അത് ഏകദേശം 1/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ കപ്പ് കേക്കിനായിട്ട് മാറ്റി വെക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ നമുക്കത് പോയി കിട്ടും. നമുക്ക് ഈ കേക്ക് ടിന്നിന് പകരം വീട്ടിലുള്ള വേറെ ഏത് ഗ്ലാസ് പാത്രമോ സ്റ്റീൽ പാത്രമോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും ചെയ്യേണ്ടത്, ഏത് പാത്രത്തിലാണോ നമ്മൾ ചെയ്യുന്നത് ആ പാൻ വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ ഉപ്പിട്ടാണ് ചെയ്യുന്നത്. ഉപ്പിന് പകരം വേണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിത് സാധാരണ ഉപ്പിട്ട് തന്നെയാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. പല രീതി ചെയ്യാം. ഇത് ഒരു രീതിയാണ് നമ്മൾ ഉപ്പിട്ട് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മോൾഭാഗം കവർ ചെയ്യുന്ന ഒരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കണം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 25 മുതൽ 30 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ കേക്ക് റെഡിയായി കിട്ടും. നമ്മൾ ഇനിയും അടുത്ത ഒരു രീതിയിൽ കുറച്ച് കപ്പ് കേക്ക് കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൻ്റെ മുകളിലേക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കപ്പ് കേക്ക് മോൾഡ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്, ഉണ്ണിയപ്പച്ചട്ടിയുടെ അകത്ത്. ആ മോൾഡ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോഴും നല്ല കേക്ക് കിട്ടും. ഇത് പിന്നെ കുട്ടികൾക്ക് ഈ ഒരു ഷേപ്പിൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെക്കുക. അടപ്പ് എടുത്ത് അടയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിരപ്പായിട്ടുള്ള അടപ്പ് അടയ്ക്കാതിരിക്കുക. കാരണം കേക്ക് പൊങ്ങി വരുമ്പോൾ ചിലപ്പോൾ അതിൽ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അടപ്പ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടപ്പിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഈ കേക്കിലോട്ട് വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതൊരു 6 മുതൽ 7 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബേക്കായി കിട്ടും. ഓവറായിട്ട് നമ്മുടെ കേക്ക് ബേക്കായി പോയാൽ കട്ടിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ നോക്കണം.
കുട്ടികൾക്കൊക്കെ ഇത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം. അതിനാണ് ഇങ്ങനെ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ കപ്പ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. വിപ്പിംഗ് ക്രീം നമ്മൾ റെഡിയാക്കുമ്പോൾ അതിലേക്ക് ഏതെങ്കിലും എസൻസ് ചേർക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേക്കിന്. വിപ്പിംഗ് ക്രീം റെഡിയാക്കാനായിട്ട് 80 ഗ്രാം വിപ്പിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 80 ഗ്രാം വിപ്പിംഗ് പൗഡർ, അതിലേക്ക് പൊടിച്ച പഞ്ചസാര 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാലാണ്. പാൽ അരക്കപ്പാണ് മൊത്തത്തിൽ ചേർക്കേണ്ടത്. ഒന്നിച്ച് നമ്മൾ അരക്കപ്പൂടെ ചേർക്കരുത്. ആദ്യം അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹാൻഡ് ബീറ്റർ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് റെഡിയാക്കാം. പക്ഷേ ഒത്തിരി സമയം എടുക്കും. ഒരു 20-25 മിനിറ്റോളം ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കേക്ക് ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. വേറൊരു നല്ല ഐഡിയ എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ടേൺ ടേബിൾ ഒന്നും ഉണ്ടാവത്തില്ല. അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു പ്ലേറ്റ് എടുത്ത് വെക്കുക. പ്ലേറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് ആ പാത്രം എടുത്ത് വെച്ചിട്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം എടുത്ത് വെക്കണം. അതിന് മുമ്പേ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം. കാരണം കേക്ക് നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടി. എന്നിട്ട് മുകൾ ഭാഗം എടുത്ത് അടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ചല്ല, നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ കേക്ക് നൈഫ് ഒന്നുമല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, സാധാ ഒരു നൈഫ് തന്നെയാണ്. നൈഫ് വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം നമ്മൾ ഇതിപ്പം ഓറഞ്ച് ജെല്ലിയാണ്, ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓറഞ്ച് ജെല്ലിയാണ്. ഓറഞ്ച് ജ്യൂസ്, കുറച്ച് ഷുഗർ, അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും കോൺഫ്ലവറും ചേർത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മുടെ ജെല്ലി റെഡിയായി കിട്ടും. അതിനുശേഷം രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ നന്നായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് കറക്കി ഇപ്പം ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. 100% പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ, ഒരു ചെറിയൊരു പൂ പോലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ കളർ ചേർത്തിട്ട് ഇത് എടുക്കാവുന്നതാണ്. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് അധികം കളറൊന്നും ചേർക്കുന്നില്ല. പേരെഴുതുന്നതിന് മാത്രമേ ഞാൻ കുറച്ച് കളറ് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ കേക്ക് അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊരു പേരും കൂടെ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പേരെഴുതി എടുത്തിട്ട് നമ്മുടെ കേക്കിലെ കുറച്ച് സ്പ്രിങ്കിൾസ് ഒന്ന് വിതറുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. നമ്മുടെ വീട്ടിലധികം ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല. വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഞാൻ പുറകാലെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ. അപ്പം നമ്മുടെ പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഇനി ഞാൻ ഈ കപ്പ് കേക്ക് ഒന്ന് പൊളിച്ച് കാണിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തുടർന്നും എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്കൊക്കെ തരണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.